ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോലീസ് വരികയാണ് കേട്ടോ. അപ്പൊ പോലീസ് വന്നിട്ട് ഓൺ അടിക്കുകയാണ്. അപ്പൊ ഓൺ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, ഹോണടി കേട്ടിട്ട് നേരെ ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേക്കും പോലീസ് വണ്ടിയാണ്. അപ്പൊ കൃഷ്ണമോളും ഉണ്ടായിരുന്നു. കൃഷ്ണമോൾ ആരാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോലീസുകാരാണ് എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോള് ഞെട്ടിപ്പോകുന്നു. അതിന്റെ കൂടെ നമ്മുടെ അലീനയും ഞെട്ടിപ്പോവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ ഇപ്പൊ എന്ത് ചെയ്യാനാ, പോയി നമുക്ക് വാതിൽ തുറക്കാം, പോലീസുകാരല്ലേ വന്നിരിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ പോയി ഡോറ് തുറക്കാണ് കേട്ടോ. വാതില് മാത്രമല്ല ഗേറ്റും അടച്ചിട്ടേക്കുമായിരുന്നു. ഗേറ്റും കൂടെ തുറക്കുന്നുണ്ട് കേട്ടോ. തുറന്നു കഴിയുമ്പോഴത്തേക്കും പോലീസ് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ എന്താ ഇത്ര താമസം, എത്ര നേരമായിടി ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ട്, ഇതൊന്ന് തുറക്കത്തില്ലേ? അത് പിന്നെ ഒന്നാമത് ഇവിടെ ആണുങ്ങൾ ആരും ഇല്ല സാറേ, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഓ, നിങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ? അതെ. ഗേറ്റിന് പുറത്ത് പോലീസാണോ അല്ലയോ എന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ക്ലിയർ അല്ലായിരുന്നു. അതെന്താണ് ഈ ജനലിൽ കൂടെ നോക്കുന്നത്? വാതിൽ തുറന്നിട്ട് ഇറങ്ങി നോക്കണം. അത് എങ്ങനെയാ സാറേ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ സാറേ ഇവിടെ, എന്നാ വിശ്വസിച്ച വാതിൽ തുറക്കുന്നത്? ഓ, ഇവിടത്തെ ആമ്പിള്ളാര് പീഡിപ്പിക്കാൻ പോയിട്ട് ലോക്കപ്പിലാണല്ലോ അല്ലെ? അപ്പൊ പിന്നെ പേടിക്കണം, പേടിക്കേണ്ടിയിരിക്കുന്നു. എന്താടി നീ മിണ്ടാത്തത്? നിന്റെ വായിലെ നാക്ക് ഇറങ്ങിപ്പോയോ? സാറ് തന്നെയല്ലേ വന്ന് അവനെ പിടിച്ചോണ്ട് പോയത്? ഞാൻ തന്നെ വന്ന് പിടിച്ചോണ്ട് പോയത്. എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം, ചില തോണ്ടി സാധനങ്ങൾ കണ്ടെടുക്കാനുണ്ട്. അത് പിന്നെ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. അതിനിപ്പോ എന്താ, വനിതാ പോലീസ് ഉണ്ടല്ലോ, വനിതാ പോലീസും കൂടെ ഉണ്ട്. അതുകൊണ്ട് നീയേ മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഒരു വനിതാ പോലീസും വേറൊരു കോൺസ്റ്റബിളും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിതിന്റെ മുറിയൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് കയറി വരുന്നത്. കയറി വരുന്ന ഉടനെ തന്നെ അവിടെ നമ്മുടെ കൃഷ്ണമോൾ ഉണ്ടായിരുന്നു. കൃഷ്ണമോൾ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ ക്ലിക്കിക്കൊണ്ട് ഒക്കെ ഇരിക്കുകയാണ്, കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ ഇവരെ കണ്ടതും കൃഷ്ണമോൾ പെട്ടെന്ന് എണീറ്റ് വന്നു കേട്ടോ. കൃഷ്ണമോൾ എണീറ്റ് വന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ പോലീസുകാർ കൃഷ്ണമോളെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, അതെ രോഹിത്തിന്റെ റൂം എവിടെയാ? അത് പിന്നെ മുകളിലാണ് സാറേ. അല്ല, മുകളിലാണെന്ന് വെച്ചാൽ ആകാശത്താണോ? അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, ആകാശത്തല്ല, മേളത്തെ നിലയിലാണെന്നാ ഞാൻ പറഞ്ഞത്. എത്ര റൂമുണ്ട്? അത് 3 റൂമുണ്ട്. അതിലേതാ രോഹിത്തിന്റെ റൂം? അത് പിന്നെ സാറേ രണ്ടാമത്തെയാ. അല്ല, റൂമിന് നമ്പർ ഉണ്ടോ? ഇല്ല, നമ്പർ ഇല്ല സാറേ. അല്ല പിന്നെ എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും രണ്ടാമത്തെ റൂം ഏതാണെന്ന്? ഞങ്ങൾ എന്താ കണിയന്മാരുടെ മക്കളും വല്ലതും ആണോ? ആണോടി? അതെ, ഇവള് ഇവള് ബാലേന്ദ്രമേനോന്റെ മോളല്ലേ ഈ നിൽക്കുന്നവള് എന്ന് പറഞ്ഞ് കൃഷ്ണമോള് നോക്കിയിട്ട് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അതെ, ബാലേന്ദ്ര മേനോന്റെ മോള് തന്നെയാ. എന്നാ പിന്നെ ഇവളെയും കൂട്ടി നേരെ മേളിൽ ചെന്നിട്ട് രോഹിത്തിന്റെ റൂം ഒന്ന് സെർച്ച് ചെയ്യുക. അത് പിന്നെ ഞാൻ പോകാം സാറേ. ആഹാ, നീ പോകണ്ട. ദേ കീർത്തി, അവളെയും കൂട്ടിക്കൊണ്ട് ചെല്ല് എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ കൂട്ടി ആ വനിതാ പോലീസ് മേളിലേക്ക് പോവാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് മറ്റേ കോൺസ്റ്റബിൾ അവിടെ നിന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീയും കൂടെ ചെല്ലടോ എന്ന് പറഞ്ഞ് അയാളെയും കൂടെ പറഞ്ഞു വിടാം. പിന്നെ അവിടെ ഉള്ളത് അലീനയും ആ പോലീസുകാരനും മാത്രമാണ് കേട്ടോ. അങ്ങനെ അലീന ആ പോലീസുകാരനെ അടിമുടി ഒന്ന് നോക്കാം. പുള്ളിക്കാരന്റെ നോട്ടം കണ്ടാ അറിയാം കേട്ടോ, അത്രയ്ക്ക് നല്ല ഉദ്ദേശമൊന്നും അല്ല. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ ചോദിക്കും, നീ ഈ കുടുംബത്തിലല്ലോ, നീ ഏതോ ഓഫനേജിൽ നിന്നൊക്കെ വന്നതല്ലേ? ആ അതെ സാറേ, ഞാൻ ഈ കുടുംബത്തിലെ അല്ല. നിന്നെ ഈ വീട്ടു ജോലിക്ക് എടുത്താണല്ലേ? ആ അതെ സാറേ, ഞാൻ ഇവിടുത്തെ വീട്ടുജോലിക്കാരിയാ. അല്ല, ഇവിടുത്തെ പ്രായം ചെന്നൊരു സ്ത്രീയെ നോക്കാനല്ലേ നിന്നിവിടെ എടുത്തത്? ആ അതെ സാറേ, പ്രായം ചെന്ന സ്ത്രീയെ നോക്കാൻ തന്നെയാ. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ശരിയാണല്ലേ? അതെ, ഈ വീട്ടിലുള്ള ആരെങ്കിലും നിന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇത് കേട്ടതും അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ അലീനയോട് ചോദിക്കാണ് കേട്ടോ. അലീനയുടെ മുഖത്ത് നോക്കി അലീനയുടെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേടി? നിന്നെ ഇവിടെ ആരെങ്കിലും ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ടോന്ന്, നേരിടേണ്ടി വന്നിട്ടുണ്ടോന്ന്? ഇല്ല സാറേ, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓ, പോലീസിന് അതെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. അത് പിന്നെ ഞാൻ എന്തിനാ സാറേ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടത്? അതെ, എനിക്ക് കുറച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അറിയാനുണ്ട്. അല്ല സാറേ, സാർ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ചോദ്യം ചെയ്താലേ നിനക്ക് എന്താ മറുപടി പറയാൻ ഇത്ര മടി? അപ്പം ദേഷ്യപ്പെടും. അല്ല, ഞാൻ ഏത് ചോദ്യത്തിനാ സാറേ മറുപടി പറയാതിരുന്നത്? ഞാൻ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ലേ സാറേ എന്ന് ചോദിച്ചു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രോഹിത്തിന്റെ മുറി പോയിട്ട് കൃഷ്ണമോളും മറ്റേ 2 പോലീസുകാരും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ.
അപ്പോഴത്തേക്കും തന്നെ ഈ പോലീസുകാരൻ ചോദിച്ചു, അല്ല അവന്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ, മയക്കുമരുന്നോ പെൻഡ്രൈവോ CD-യോ അശ്ലീല പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ? ഏയ് ഒന്നും കിട്ടിയില്ല സാറേ. എന്നാ പിന്നെ നമുക്ക് ഇവളെയും കൂടെ കസ്റ്റഡിയിൽ എടുത്തിട്ട് പോയി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന്. അപ്പോഴത്തേക്കും അലീന ചോദിച്ചത്, എന്താ സാറേ? അതിന്റെ ആവശ്യം ഉണ്ടെന്ന്, നിന്നെ കസ്റ്റഡിയിൽ എടുക്കണം, അത് പിന്നെ നടക്കടി എന്നിങ്ങനെ പോലീസുകാരി പറയുകയാണ്, വനിതാ പോലീസ്. അപ്പം അലീന പറഞ്ഞു, അങ്ങനെ എന്നത്തിനാ എന്റെ കൈ പിടിച്ചോണ്ടൊക്കെ പോകുന്നത്, എനിക്ക് നടക്കാൻ അറിയാം, എനിക്ക് കാലിന് പ്രശ്നമൊന്നും ഇല്ല സാറേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അലീന നടന്നുകൊണ്ട് തന്നെയാണ് നേരെ പോലീസ് ജീപ്പിലേക്ക് കയറി പോകുന്നത്. എന്നിട്ട് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഇത് കണ്ട് പേടിക്കണ്ട കേട്ടോ മോളെ, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പോയിട്ട് വരാം, നീ വാതിലടച്ചിരുന്നോട്ടോ എന്ന് പറയാ. അപ്പൊ അലീന ചേച്ചി അലീനയല്ല കൃഷ്ണമോള്, ചേച്ചി എപ്പോ വരും? ഞാൻ ആരെയാ വിളിച്ച് പറയേണ്ടത്? ആരോടും പറയണ്ട, പ്രത്യേകിച്ച് അച്ഛനെ വിളിച്ചൊന്നും പറയല്ലോ കേട്ടോ. ഞാനേ പോയിട്ട് വരാം, മോള് ധൈര്യമായിട്ടിരിക്കുക, തെറ്റ് ചെയ്തിട്ടല്ലല്ലോ എന്നെ കൊണ്ടുപോകുന്നത്, പോലീസ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വനിതാ പോലീസ് പറഞ്ഞു, മതിയിടി സംസാരിച്ചത്, കയറി വാടി എന്ന് പറഞ്ഞിട്ട് പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടീനാണ് കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അലീനെ ചേച്ചി ഒന്ന് വിളിച്ചില്ലല്ലോ, മറന്നുപോയല്ലോ, ചേച്ചീനെ ഒന്ന് വിളിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു, നേരെ ഫോൺ എടുത്തിട്ട് നമ്മുടെ അലീനെ വിളിക്കാണ് കേട്ടോ. അപ്പൊ അലീനെ വിളിക്കുന്നു, ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ റിങ് ചെയ്യുമ്പം അലീന അവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ ഉള്ളത് വേറെ ആരാ? നമ്മുടെ കൃഷ്ണമോള്. അപ്പൊ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ റിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾ ഓടി ചെല്ലാണ്. കൃഷ്ണമോൾ ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആരാ? രേവതി. അപ്പം നമ്മുടെ കൃഷ്ണമോള് ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് എടുക്കണമെന്ന് ചിന്തിച്ചിട്ടാ, എന്നാ പിന്നെ എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹലോ എന്നും പറഞ്ഞ് എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എന്തൊക്കെയാ? എല്ലാം വിശദീകരിച്ച് പറ. അത് പിന്നെ ഞാനേ കൃഷ്ണമോള, അലീന ചേച്ചി അല്ല മോളെ, അലീന ചേച്ചി എന്തേ? അലീന ചേച്ചിയിലേക്ക് കൊടുത്തേ. അത് അലീന ചേച്ചിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. നട്ടുച്ചയ്ക്ക് തമാശ പറയാണോ അതോ കളിയാക്കുവാണോ? അയ്യോ, ഞാൻ സത്യം പറഞ്ഞതാ ചേച്ചി, അലീന ചേച്ചി പോലീസ് പിടിച്ചോണ്ട് പോയി, 5 മിനിറ്റ് പോലും ആയിട്ടില്ല, പോലീസുകാർ വന്ന് ജീപ്പ് കയറ്റിക്കൊണ്ട് പോയി. പോലീസുകാര് വന്ന് കൊണ്ടുവരുന്നോ? എന്നതാ കൃഷ്ണമോളി പറയുന്നത്? അലീന ചേച്ചിനെ എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്? അത് പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാ. അല്ല, അലീന ചേച്ചിനെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ചേച്ചി വലിയ കുറ്റം ചെയ്തോ? അതൊന്നും എനിക്കറിയില്ല, അലീന ചേച്ചി കുറ്റം ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഇവിടെ വേറെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നും പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അലീന എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ അലീന ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടില്ല, അപ്പം എന്താ നടന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കൃഷ്ണമോള് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുന്നത്. അപ്പം രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാന് പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ അറിയും, വേറെ ഒന്നും കൊണ്ടുമല്ല, ന്യൂസ് പേപ്പറും അതുപോലെ TV-യിലൊക്കെ വാർത്തയൊക്കെ വരും, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം അറിയും, അത് ഉറപ്പാണ്. അതെ, രോഹിയേട്ടന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? മയക്കുമരുന്ന് കുടിപ്പിച്ചതൊക്കെ? ആ കാര്യം പറഞ്ഞിട്ടുണ്ട് മോളെ, അതറിയാം. കൊല്ലപ്പള്ളിയിലെ ആ വൃത്തികെട്ടവന്റെ കൂടി കാണിച്ച തെമ്മാടിത്തരമല്ലേ രോഹിത്, അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയാം, ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിന്റെ പിന്നാലെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇന്നലെ അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ആ ഹരിയേട്ടൻ വിളിച്ചോണ്ട് പോയി കുടിക്കാത്ത രോഹിയേട്ടനെ കൊണ്ട് കുടിപ്പിച്ചു. ഹരിയേട്ടൻ പ്രേമിക്കുന്ന ഒരു പെണ്ണിനെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി, 3-4 പേര് കൂടി. ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയില്ല ചേച്ചി, എന്താ സംഭവിച്ചതെന്ന് സത്യമായിട്ട് ഇവിടെ ആർക്കും അറിയാൻ മേല, എന്താ നടന്നതെന്നൊന്നും ആർക്കും അറിയാൻ മേല. ആ പെണ്ണിപ്പൊ ഹോസ്പിറ്റലിലാ ഉള്ളത്. ആ പെണ്ണിന് എന്ത് പറ്റിയോ, ആ പെണ്ണിനെ എന്ത് ചെയ്തോന്നും അറിയില്ല. എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു, അവരൊക്കെ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ. രോഹിതേട്ടനും ഹരിയേട്ടനും അതുപോലെ വേറെ കുറച്ച് പേരൊക്കെ. അല്ല, അതിന് അലീന ചേച്ചിനെ എന്തിനാ കൊണ്ടുപോയത് കൃഷ്ണമോളെ? അലീന ചേച്ചിക്ക് അവര് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വിവരം അറിഞ്ഞായിരുന്നു പോലീസുകാര്. ആ വിവരം ചോദിക്കാൻ വേണ്ടിയാ അലീന ചേച്ചിനെ കൊണ്ടുപോയത്. അല്ല, എന്നാലും ഒരു പെണ്ണിനെ അങ്ങനെ വിളിച്ചോണ്ട് പോവുമോ പോലീസുകാര്? കൃഷ്ണമോളുടെ അച്ഛനില്ലേ അവിടെ? അത് പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? അതെ, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ. രാവിലെ പോലീസ് വന്ന് രോഹിതേട്ടനെ ഓടിച്ചിട്ട് അടിക്കുന്നത് കണ്ടപ്പം അച്ഛൻ കുഴഞ്ഞു വീണു, അങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലായി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളെ ചോദിക്കാണ് രേവതിയോട്. അത് പിന്നെ രേവതി ചേച്ചി, അലീന ചേച്ചി ഇന്ന് വരുമായിരിക്കും അല്ലേ? അലീന ചേച്ചിനെ അവര് വിടുമായിരിക്കും അല്ലേ? അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, നീ പേടിക്കുമൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് പറയട്ടെ. അല്ല, നീ മനുചേട്ടനോട് വിവരം അറിയിച്ചായിരുന്നോ? മനുചേട്ടന്റെ അനിയനല്ലേ ഹരി, അതുകൊണ്ട് അവരും ആകെ വിഷമിച്ചിരിക്കുക. നിങ്ങൾക്ക് നല്ല പിടിപാടുള്ള ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ?
അവിടെ ഉണ്ടെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും എന്റെ അലീന ചേച്ചി ഒന്ന് രക്ഷിക്ക്, ഞാൻ കാല് പിടിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് കരയാണ് കേട്ടോ. മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ കൃഷ്ണമോ, അതായത് ആ കൊച്ചിന്റെ മുമ്പിൽ വെച്ചല്ലേ ഇതെല്ലാം നടക്കുന്നത്. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതിക്കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും അലീനനെ രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ രേവതിക്കുട്ടി വിവരമെല്ലാം ചെന്നിട്ട് നമ്മുടെ ആരോടാ ഗ്രേസിയോട് പറയാണ്. അങ്ങനെ നമ്മുടെ അലീനയെ പോലീസ് പിടിച്ചോണ്ട് പോയി എന്ന് തന്നെയാണ് ചെന്ന് ഗ്രേസിയോട് പറഞ്ഞത് കേട്ടോ. നീ എന്താടി പറയുന്നത്? അലീനയെ പോലീസ് പിടിച്ചെന്നോ? ആ, അലീന ചേച്ചിനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. നിനക്കെന്നാ തലക്കോളം ഉണ്ടോ? വെറുതെ പറ്റിക്കാൻ പറയുന്നതല്ല ഞാന്. അലീനയെ പോലീസ് പിടിക്കാന് അവൾ എന്ത് തെറ്റടി ചെയ്തത്? നിനക്ക് വെറുതെ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കണ്ടതൊന്നുമല്ല. ഞാനിപ്പോ അലീന ചേച്ചിനെ ഫോൺ ചെയ്തായിരുന്നു. അപ്പം അലീന പോലീസ് ലോക്കപ്പിൽ നിന്നാണോ ഫോൺ എടുത്തത്? ഇവൾ എന്നടി ഗ്രേസി പറയുന്നെന്ന് മാമച്ച്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എന്റെ പൊന്നങ്കിളെ, അലീന ചേച്ചി അല്ല ഫോൺ എടുത്തത്. പിന്നെ ആരാ ഫോൺ എടുത്തത്? അവിടുത്തെ കൃഷ്ണമോള്, ബാലചന്ദ്രൻ അങ്കിളിന്റെ ഇളയ മോള്. അലീന ചേച്ചി എന്തിനു ചോദിച്ചപ്പോഴേ എന്നോട് പറയാണ്, ഇപ്പൊ പോലീസ് പിടിച്ചോണ്ട് പോയതേ ഉള്ളൂ, 2 മിനിറ്റ് പോലും ആയിട്ടില്ലെന്ന്. അവള് നിന്നെ കളിയാക്കിയതായിരിക്കും. അല്ലെങ്കിലേ കളിയാക്കിയതല്ല, അവിടെ ഭയങ്കരൊക്കെ സംഭവം ഉണ്ടായെന്നാ പറയുന്നത്. ഭയങ്കര സംഭവം? എന്ത് സംഭവം? നിനക്ക് ബോധ്യപ്പെട്ടോടി അതൊക്കെ. നീ എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദൈവമേ, ഞാൻ പറയുന്നത് കേക്ക് ചേച്ചി. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്ന് രക്ഷിക്ക്. അല്ല, ഒരു തെറ്റും ചെയ്യാതെ ഒരാളെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്തിനാ? എന്റെ അങ്കിളെ, ഞാൻ ഒന്ന് പറയട്ടെ, ഒന്ന് പറയുന്നൊന്ന് മുഴിപ്പിക്കാതെ എന്തിനാ ഇനി തോക്കിൽ കയറി ഇത് വെടിവെക്കുന്നത്? അല്ലെങ്കിൽ ഉള്ളതാ. പട്ടാളത്തിലും അങ്കിള് ഇങ്ങനെ തന്നെയായിരുന്നോ? എന്തെങ്കിലും ചെയ്യാൻ നേരം ഇങ്ങനെയായിരുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി മാമച്ചനോട് പറയാണ്, മാമച്ചായി അവള് പറയട്ടെ. അപ്പൊ ഗൗരി പറഞ്ഞു, പോലീസ് വന്ന് ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ്. എടി, അത് സത്യമാണെങ്കിൽ പിന്നെ അവിടെ വേറെ ആൾക്കാരില്ലേ? ബാലചന്ദ്രനില്ലേ? അതുപോലെ തന്നെ ബന്ധുക്കളില്ലേ? മനുശങ്കറില്ലേ? ഇതൊക്കെ അങ്ങനെയൊന്നും അല്ല ആന്റി കൊണ്ടുപോയേക്കുന്നത്. അവിടെ വലിയ പ്രശ്നം ഉണ്ടായി. ആ രോഹിത് എന്ന് പറയുന്ന കാലമാടലുണ്ടല്ലോ, അലീന ചേച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവന്, അവനെ രാവിലെ തന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തായിരുന്നു. അവനും ആ ഹരിയില്ലേ, ഹരിശങ്കർ എന്ന് പേരുള്ള ഒരുത്തൻ, അങ്ങനെ ഒരുത്തനുണ്ട്. അവിടെയുള്ള കമലമ്മയുടെ സൽപുത്രൻ, അവരെ രണ്ടുപേരും വേറെ 2 കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു. നീ എന്താണ് ഈ പറയുന്നത്? നടന്ന കാര്യം തന്നെയാണോ? നടന്ന കാര്യമല്ലാതെ ഞാൻ എന്താ പറയാനാ? എന്നോട് ഇപ്പൊ കൃഷ്ണച്ച പറഞ്ഞ കാര്യ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അവരെയെല്ലാം ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. രോഹിത്തിനെ അറസ്റ്റ് ചെയ്തോ? ബാലചന്ദ്രന്റെ മോനെ? അതേ, നീ ചെയ്തെന്നേ, അറസ്റ്റ് ചെയ്തു ആന്റി. അല്ല, ഒരു കുറ്റം പറയാനില്ലടി. അവനല്ലേ അലീനെ മയക്കുമരുന്ന് കുടിപ്പിച്ചിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം പിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലെങ്കിലേ ഉള്ളൂ അതിച്ച്. അന്നും ആ മറ്റവനുണ്ടായിരുന്നല്ലോ, ഹരി എന്ന് പറയുന്ന കൊല്ലപ്പള്ളിക്കാരൻ. അങ്ങനെ തന്നെ വേണം, 2 എണ്ണത്തിനും അങ്ങനെ തന്നെ വേണം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ പോലീസുകാര് അറസ്റ്റ് ചെയ്തോണ്ട് പോയി നല്ല അടി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചരിത്രമെല്ലാം രോഹിത്തും ഹരിശങ്കറും നമ്മുടെ പോലീസുകാരോട് പറഞ്ഞു. അത് പറയിപ്പിക്കും, ടിച്ച് പറയിപ്പിക്കും, എല്ലാം പറയിപ്പിക്കും. അവന്മാരെന്തെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പുറത്ത് പറയിപ്പിക്കും. എന്നാ പിന്നെ അങ്ങനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അല്ല, അതൊക്കെ പോട്ടെ, നീ അലീനയുടെ കാര്യം പറ. അവൾ എന്താ ചെയ്തത്? പണ്ടത്തെ ആ സംഭവത്തിന്റെ മൊഴി എടുക്കാനായിട്ട് പോലീസുകാർ വന്ന് കൊണ്ടുപോയതാ അലീന ചേച്ചിനെ. അത് പിന്നെ പൊക്കിക്കൊണ്ട് വന്നു. അതെങ്ങനെ ശരിയാകും? അതിന്റെ കാര്യത്തിലാണെന്നാ കൃഷ്ണജ എന്നോട് പറഞ്ഞത്. എനിക്ക് കൃഷ്ണജ പറഞ്ഞതേ അറിയത്തുള്ളൂ. ആ കൊച്ചൊക്കെ പേടിച്ച് വരണ്ടിരിക്കുക. അതും ബബിതയും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? രാവിലെ വന്ന് പോലീസേ രോഹിത്തിനെ ഓടിച്ചിട്ടാ പിടിച്ചത്. ബാലേന്ദ്രൻ അങ്കിളിന്റെ മുമ്പിലിട്ടാണ് അടിയും കൊടുത്തത്. ആ ഒരു സമയത്ത് ബാലേന്ദ്രൻ അങ്കിള് പെട്ടെന്ന് തലകറങ്ങി വീണു. അങ്കിള് ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ, BP കയറി കുഴഞ്ഞു വീണുക ചെയ്തത്. എന്നിട്ട് അലീന ചേച്ചി അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലാക്കി. ഇപ്പൊ ICUയിൽ കിടക്കുക. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഞാനും കേട്ട് പേടിച്ചു പോയിട്ട് നിക്കുക ഗ്രേസി ആന്റി. എന്താ ചെയ്യുക? ഇതിനിപ്പം എന്താ മാമച്ചായ ചെയ്യാനുള്ളത്? എന്താ ഇപ്പൊ ചെയ്യാനുള്ളത് എന്നും പറഞ്ഞ് നമ്മുടെ മാമച്ചായൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മാമച്ചായൻ പറഞ്ഞു, ഇതൊരു കുഴഞ്ഞ മറഞ്ഞ പ്രശ്ന. പീഡനം എന്ന് പറയുന്നത് നമുക്ക് അടുക്കാൻ പറ്റുന്ന പ്രശ്നമൊന്നും അല്ല. പീഡിപ്പിച്ചതൊക്കെ ഏത് നരകത്തിൽ വേണമെങ്കിലും പൊക്കോട്ടെ. ചേച്ചി പോലീസ് കൊണ്ടുപോയില്ലേ, അതൊന്നും അന്വേഷിക്കണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അത് ചോദിക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോയതായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ വിട്ടയച്ചോളും. അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ വീട്ടിൽ വെച്ച് ചോദിച്ചാ പോരെ, എന്തിനാ പിടിച്ചോണ്ട് പോകുന്നത്? ചേച്ചി കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. രേവതിക്കുട്ടി, നീ പറയുന്നത് ശരിയാണല്ലോ.
അപ്പം എന്തായിരിക്കും? അല്ല, എന്റെ പൊന്നു മാമച്ചനങ്ങളെ എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? അപ്പം അതിനകത്ത് ഏതാണ്ടൊരു കള്ളത്തരം ഇല്ലേ അങ്കിളെ? എനിക്ക് ഉറപ്പാ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. അല്ല, വീട്ടിൽ വെച്ച് ചോദിക്കേണ്ട കാര്യമുള്ളൂ, കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല. അല്ല, കൊണ്ടുപോയാൽ തന്നെ ഉടനെ വിട്ടയക്കുകയും ചെയ്യും. അല്ലാതെ പിടിച്ചു വെക്കത്തൊന്നുമില്ല. അപ്പോഴത്തേക്കും പിന്നെ എന്താ അങ്കിളെ ചെയ്യേണ്ടത്? ഒന്ന് പറ. ആ, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ നിവർത്തിയില്ലല്ലോ. പോലീസ് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ സെർവന്റ് അല്ലേ അലീന, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം പോലീസിനും കാണുമായിരിക്കും. അങ്ങനെയായിരിക്കും കാര്യങ്ങൾ, അങ്ങനെയായിരിക്കും അവളെ പിടിച്ചോണ്ട് പോയിട്ടുള്ളത്. നീ ആ കേസിനകത്തേക്ക് കേറിയോ? കേസിനകത്തേക്ക് കേറിയോ എന്ന് ചോദിച്ചാല്, എന്റെ ചേച്ചിയല്ലേ പോലീസ് പിടിച്ചോണ്ട് പോയത്. അപ്പൊ പിന്നെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ അങ്കിളെ? ഞാൻ ഇടപെടണ്ടേ? അല്ല, അവളോട് എന്തും ആകാന്നുള്ളൊരു വിചാരം പോലീസിന് ഉണ്ടാകും, അത് ഉറപ്പാ. അപ്പൊ നമ്മുടെ ഗ്രേസി ചോദിച്ചു, അല്ല നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? അല്ല, ഇവള് പറഞ്ഞതിൽ ദേശം കാര്യമുണ്ട് ഗ്രേസി. പോലീസുകാർക്ക് എന്തു ആകാം അവളോട്, അവളൊരു വേലക്കാരിയല്ലേ. നീ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് അലീനയുടെ ഫോണിലേക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്ക്, അലീന വന്നോ ഇല്ലയോ എന്നറിയാം. ബാക്കി കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നിങ്ങനെ നമ്മുടെ ഗ്രേസിച്ചല്ല, സോറി, മാമച്ചൻ പറഞ്ഞു കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനെ പോലീസുകാരൻ ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയോടല്ല, വനിതാ പോലീസിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോലീസ് പറയാണ്, CI പറയാണ്. അപ്പോഴത്തേക്കും ആ വനിതാ പോലീസുകാരി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിന്നെ വെച്ചിട്ട് അവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ബ്ലൂ പടം വല്ലതും എടുത്തിട്ടുണ്ടോ? അല്ല, നിന്റെ ഫോട്ടോ വല്ലതും അവരെ എടുത്തിട്ടുണ്ടല്ലോ, നഗ്ന ചിത്രം അങ്ങനെ വല്ലതും? ഇല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഓ, അപ്പൊ ഇല്ല. ഉണ്ടെന്നാണല്ലോടി അവര് പറഞ്ഞത്. നീ എന്തിനാണ് വെറുതെ പറയുന്നത്? നിന്റെ നഗ്ന ചിത്രം ഉണ്ടെന്നോ വീഡിയോ ഉണ്ടെന്നോ ഒക്കെ പറയുന്നത് കേട്ടല്ലോ. ഇല്ല, എന്റെ കയ്യില് എന്റെ ഫോട്ടോ ഒന്നും അവരുടെ കയ്യിലില്ല. അല്ല, അപ്പൊ നീ അറിയാതെ നിന്റെ നഗ്നചിത്രം അവരെങ്ങനെ മൊബൈലിൽ പകർത്തൂടി? ഞാൻ പറഞ്ഞല്ലോ, എന്റെ നഗ്നചിത്രം അവരുടെ കയ്യിലില്ല, എനിക്ക് അറിയത്തുമില്ല, അതില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല, അതെനിക്കറിയാം. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസ് CI പറഞ്ഞു, പെണ്ണ് പഠിച്ചവളാണല്ലോ, സ്റ്റേഷനിലേക്ക് വിട്, ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം സാറേ എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ആ വനിതാ പോലീസുകാരി പറയാണ് കേട്ടോ. പാവം അലീനെ പേടിച്ച് അതിനകത്തിരിക്കുന്നത്, ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ആ ഒരു ഇതിലാണ് നമ്മുടെ അലീന അതിനകത്ത് ഇരിക്കുന്നത്, വല്ലാത്തൊരവസ്ഥ. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഇവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പൊ ഏകദേശം ആ ഒരു സീനൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കണം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് വരാൻ. ടാറ്റ ബൈ ബൈ, ലൈക്ക് ഇരിക്കാൻ മറക്കരുത്.